ഗവർണർ മര്യാദയ്ക്കിരിക്കണം. മര്യാദയ്ക്ക് ഗവർണർ പെരുമാറുന്നില്ലെങ്കിൽ മര്യാദയില്ലാത്ത ഗവർണറെ മര്യാദ പഠിപ്പിക്കാൻ കേരളം തയ്യാറാകുമെന്ന് പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുത്തു. ആ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുത്ത ആനയെ പേടിയില്ല, പിന്നെയാണോ ആനപ്പിണ്ടത്തെ പേടിക്കുന്നത്? ഈ 6 ഏക്കർ ആരാ ഈ ഗവർണർമാര്? ഞങ്ങൾ വലിയ കാര്യമൊന്നും കാണുന്നില്ല. നിങ്ങളാണ് അഴിമതിക്കാർ. ആ അഴിമതിക്കാരുടെ കള്ളന്മാരുടെ നിലവാരമല്ല വി ശിവൻകുട്ടി എന്ന അഭിമാനിയായ ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിക്ക് എന്ന അഭിമാനത്തോടെ ഞങ്ങൾ പറയും. അതാണ് ഞങ്ങളുടെ കരുത്ത്. തെരുവിൽ കാണാം. നിങ്ങളുടെ ഭാരതാംബേട്ടം കൊണ്ടുപോവാ. തെരുവിൽ കാണാം. ഇത് ഇന്ത്യയുടേതല്ല, ഇത് ഭാരതത്തിന്റേതല്ല, ഇത് RSSന്റെ ശാഖയെ കൊണ്ട് വെക്കുന്ന സാധനം. ഗവർണറുടെ മുഖത്ത് നോക്കി മറുപടി പറഞ്ഞു എന്ന് പറഞ്ഞാല് മലയാളം പോലും ശരിക്കും ഉച്ചരിച്ച് സംസാരിക്കാൻ പറയാൻ പറ്റാത്ത ആള് ഗവർണറോട് ഏത് ഭാഷയിൽ പോയി മറുപടി പറഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. പാർട്ടി ചുരുങ്ങി ഇപ്പൊ കാണുന്ന അവസ്ഥയിലേക്ക് എത്തിയതും ഈ പറയുന്ന ത്രിവർണ്ണ പതാകയോടും ഭാരതാംബ എന്ന് പറയുന്ന പ്രതീകത്തോടും ഒക്കെ ഉള്ള നിങ്ങളുടെ വിരോധം കൊണ്ട് തന്നെയാണ്. കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രശ്നം എന്താണ്? 1947 ഭാരതം സ്വതന്ത്രമാകുന്ന സമയത്ത് ഇന്ത്യ ഒരു രാജ്യമാകാൻ പാടില്ല, 16, 17, 18 ഒക്കെ ആയിട്ട് അതിനെ വലിച്ചു കീറി പലതാക്കണം എന്നുള്ളതായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഭാരതത്തിനെ സമന്വയിക്കുന്ന അത്തരത്തിലുള്ള പ്രതീകങ്ങളോട് അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും. ആ പ്രശ്നങ്ങളെ തുടർന്നിട്ടാണ് ഇന്ത്യക്ക് ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യമേ കിട്ടിയിട്ടില്ല എന്നും നാട്ടുകാർ നമ്മളെ പറ്റിക്കുന്നതാണെന്നും ബ്രിട്ടീഷുകാർ നമ്മളെ പറ്റിക്കുന്നതാണെന്നും പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ കൊടി വലിച്ചു കീറാൻ പോയിട്ട് അവസാനം പോലീസിന്റെയും പട്ടാളത്തിന്റെയും വെടികൊണ്ട് ചാകേണ്ടി വന്ന ആളെ പിടിച്ച് രക്തസാക്ഷിയാക്കി കൊണ്ടു നടക്കേണ്ടി വന്നത് ഞങ്ങളാണ് വലിയ RSS വിരോധികൾ എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ട് ശിവൻകുട്ടിയെ ഇറക്കി വിട്ടിട്ട് കാണിച്ചിരിക്കുന്ന ഒരു കലാപരിപാടി മാത്രമാണ് ഇപ്പൊ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. വിഡ്ഢിത്തരം പറയുമ്പോൾ ഇങ്ങനെ രണ്ടു കൂട്ടർ ഒരുമിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ത്യയുടെ ഭാഗമാകാൻ വേണ്ടി 3000 കമ്മ്യൂണിസ്റ്റുകാര് മരിച്ചു വീണ കേരളത്തിലാണ് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് വ്യാജ ചരിത്രം ഉണ്ടാക്കുന്നത്. അപ്പോഴെല്ലാം ബ്രിട്ടീഷുകാരന്റെ കാല് തിരുമ്മി കാല് തേഞ്ഞുപോയ കൈ തേഞ്ഞുപോയ കൂട്ടരല്ലേ നിങ്ങൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ RSSന് പങ്കുണ്ടോ? നിങ്ങൾ ചരിത്രം പഠിക്കണം. അനിൽകുമാർ ഇവിടെ ഇരുന്നുകൊണ്ട് ശ്രീ അനിൽകുമാർ ഇവിടെ ഇരുന്നുകൊണ്ട് അനിൽകുമാർ ഈ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. പിന്നെ ഈ ആൾക്കാർ മുഴുവൻ നിങ്ങളുടെ ആൾക്കാർ മുഴുവൻ ഒളിവിൽ പോയി കിടന്ന് എന്തിനാ? ഈ P കൃഷ്ണപിള്ള ഉൾപ്പെടെയുള്ള ആൾക്കാര് എന്തിനായിരുന്നു ഒളിവിൽ പോയി കിടന്നത്? നിങ്ങൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല, ഓഗസ്റ്റ് 15 അല്ലാതെ ആപത്ത് 15 ആണെന്ന് പറഞ്ഞ് ഇവിടെ സമരം നടത്തിയൊക്കെ നിങ്ങൾ മറന്നുപോയി അനിൽകുമാറെ. ദേശാഭിമാനി പത്രം തുടങ്ങിയത് ബ്രിട്ടീഷുകാരുടെ കയ്യും കാലും മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ തിരുമ്മിക്കൊടുത്തിട്ടാണ് എന്നുള്ള കാര്യം ചരിത്രമാണ് അനിൽകുമാറെ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് ഞാനിത് പറയുന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ പേരിൽ കൊണ്ട് കേസ് കൊടുത്തോളൂ. ദേശാഭിമാനി പത്രം ബ്രിട്ടീഷുകാരുടെ ദയയില് മാത്രം നിങ്ങൾ തുടങ്ങിയതാണ്. പ്രവർത്തിക്കുന്നില്ല എന്നുള്ള കാര്യം ഞാൻ അത്ര വിനീതമല്ലാതെ ഓർമ്മിപ്പിക്കുകയാണ്.